നമസ്കാരം. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊരു പഴമൊഴിയുണ്ട്. ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ്, ആയത്തുൽ അലി ഖമനായിയെ തൊട്ടാൽ ഞങ്ങൾ കത്തിച്ചു കളയും. ആരാണ് തൊട്ടത് അല്ലെങ്കിൽ ആരാണ് തൊടാൻ ശ്രമിക്കുന്നത് എങ്കിൽ അവരെ കത്തിച്ചു കളയുമെന്ന്. അത് ഇറാൻ പറഞ്ഞത് ട്രംപിനുള്ള ഒരു മറുപടി ആയിട്ടാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ പറഞ്ഞിരുന്നു ആയത്തുൽ അലി ഖമനായി ഈസി ടാർഗറ്റ് ആണെന്ന്. അത് പറഞ്ഞപ്പോഴാണ് ഒന്ന് തൊട്ടു നോക്ക്, അപ്പോൾ കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. റഷ്യയും ഇറാനെ അന്ന് പിന്തുണച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു വിവരക്കേട് കാണിച്ചു. ആ വിവരക്കേടിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ താവളങ്ങൾ നിന്ന് കത്തുകയാണ്. ഇസ്രായേലിലെ അവസ്ഥയും ഒട്ടും മാറ്റമില്ല. അതായത് ഇസ്രായേലിനെതിരെയും ഇറാൻ ശക്തമായ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാൻ ഇസ്രായേലിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രായേലിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ധാരണയുണ്ട്, ബങ്കറിൽ അഭയം തേടാം. ഇസ്രായേൽ ഒരു ബങ്കർ രാജ്യമാണ്. ഒരു പ്രശ്നം അവരുണ്ടാക്കും, എന്നിട്ട് അവർ ബങ്കറിനടിയിൽ പോയി ഒളിച്ചിരിക്കും. ഇസ്രായേൽ മന്ത്രിമാർ മുഴുവനും ബങ്കറിലാണ്. ആയത്തുൽ അലി ഖമനായി ബങ്കറിലേക്ക് പോയി എന്ന് ഇസ്രായേലിന് വേണ്ടി ചില ആളുകൾ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ നെതന്യാഹുവിന്റെ ഫ്ലൈറ്റ് ജർമ്മനിയിൽ എത്തിയെന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരൊക്കെ ബങ്കറിൽ സുരക്ഷിതരാണ്. എന്തായാലും ബങ്കറിന് അത്ര സുരക്ഷിതമല്ല എന്ന് ഇറാൻ ഇന്നലെ തെളിയിച്ചിട്ടുണ്ട്. ഇതുവരെ അത്തരത്തിലുള്ള ബോംബുകൾ ഇസ്രായേലിനകത്ത് ഇറാൻ പ്രയോഗിച്ചിട്ടില്ല. ഒരിക്കലും സാധാരണക്കാർ ഇറാന്റെ ഒരു ലക്ഷ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ബോംബുകൾ ഇറാൻ ഇവിടെ ഇസ്രായേലിൽ പ്രയോഗിക്കാതിരുന്നത്. എന്തായാലും ഇന്നലെ ഗതികെട്ട് ഇറാൻ ഏറ്റവും അവസാനം അത്തരത്തിലുള്ള ബോംബുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. ആ ബോംബുകൾ പ്രയോഗിച്ചതിന്റെ ഭാഗമായി ഒരു പബ്ലിക് ഷെൽട്ടർ, അത് ബങ്കറിനടിയിലായിരുന്നു, ആ പബ്ലിക് ഷെൽട്ടറിലെ 9ഓളം ആളുകൾ അപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു. 23 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അത് ഇന്നലെ പുറത്തു വന്ന വാർത്തയാണ്. എന്നാലും ഇന്ന് രാവിലെ ഇവിടെ വാർത്താ ചാനലുകളൊക്കെ ഓണാക്കിയ സമയത്ത് അമേരിക്കക്കും ഇസ്രായേലിനും കിട്ടുന്ന തിരിച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഇറാനിലെ പുതിയ ഭരണസമിതി ആയത്തുൽ അലി ഖമനായി ഞങ്ങൾ എടുത്തു, പുതിയതായി അധികാരത്തിലെത്തിയ ആളുകൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ അറിയിച്ച സാഹചര്യത്തിൽ ഞാൻ സമ്മതം മൂളിയിട്ടുണ്ട്, സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനോടൊപ്പം ട്രംപ് ഇന്നലെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇറാന്റെ 9 യുദ്ധക്കപ്പലുകൾ ഞങ്ങൾ ഇന്ന് എടുത്തു, അത് മുക്കിക്കളഞ്ഞു, ഞങ്ങളുടെ യുദ്ധക്കപ്പലിനൊന്നും സംഭവിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഇനി ഒരിക്കലും ഇറാൻ ഞങ്ങൾക്കെതിരെ വരില്ല, ഇറാന്റെ തല ഞങ്ങൾ എടുത്തു, മൂർഖം പാമ്പിന്റെ തലയെടുത്തു, ആ വിഷം ഞങ്ങൾ എടുത്തു കളഞ്ഞു എന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാലും ഇന്ന് രാവിലെ അമേരിക്കക്ക് കനത്ത തിരിച്ചടി കിട്ടിയെന്ന ഒരു വാർത്തയാണ് നമ്മളൊക്കെ കണ്ടത്. അതായത് അമേരിക്കയുടെ F-15 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം അതിങ്ങനെ കറങ്ങി 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 താഴെ വീഴുന്ന ഒരു അവസ്ഥ, പെറ്റ തള്ള കണ്ടാൽ സഹിക്കൂല. അത്തരം ഒരു അവസ്ഥയാണ് ഇന്ന് അമേരിക്കക്ക് ഉണ്ടായത്. ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്ക നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. കുവൈത്തിൽ നിന്ന് പറന്ന് പൊങ്ങിയ യുദ്ധവിമാനത്തിനെതിരെയാണ് ഇവിടെ ഇറാന്റെ ഒരു അറ്റാക്ക് ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇറാനാണ്. അമേരിക്ക ഇപ്പോഴും പറയുന്നത് അത് ഇറാൻ ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടല്ല, വിമാനത്തിന് എന്തോ തകരാറ് സംഭവിച്ചു എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. ആക്രമിച്ച് ഈ വിമാനം തകർത്തു എന്ന് പറയാൻ അമേരിക്കക്ക് കഴിയുന്നില്ല. നാണക്കേടാണ്, ഏറ്റവും വലിയ നാണക്കേടല്ലേ ഇറാന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോൾ. ആ നാണക്കേട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഇന്ന് ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒക്കെ ശക്തമായ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഇറാനിലും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇറാൻ ഇവിടെ പറയുന്നത് ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല, അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചർച്ച? ഞങ്ങളുടെ പരമോന്നത നേതാവ് ഇവിടെ കൊല്ലപ്പെട്ടു, ആ ഒരു നഷ്ടത്തെക്കാൾ വലിയൊരു നഷ്ടം ഞങ്ങൾക്ക് വേറെ ഇല്ല. അത്തരക്കാരോട് ഇനി എന്ത് ചർച്ച ചെയ്യാനാണ്? ഒരിക്കലും അത് ചെയ്യില്ല. അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന ഒരു നിലപാടിൽ ഇറാൻ എത്തിയിരിക്കുകയാണ്. അതിശക്തമായ തിരിച്ചടികൾ അമേരിക്കക്കും ഇസ്രായേലിനും ഇറാന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഇസ്രായേലിനകത്ത് ബങ്കറുകൾ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇതുവരെ അമേരിക്കൻ ബേസുകളെ മാത്രമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടെ ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ സൗദി അറേബ്യയിലെ അരാംകോക്കെതിരെ പോലും ഇവിടെ ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. സൗദി അറേബ്യയെ ഇവിടെ ഇറാന്റെ വരുതിക്ക് കൊണ്ടുവരാൻ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത്യാവശ്യമാണ് എന്നുള്ള ചിന്തയിലേക്ക് ഇറാൻ പോയിരിക്കുന്നു. സൗദി വിചാരിച്ചാൽ ഇവിടെ അമേരിക്കയെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇസ്രായേലിനെ ഒഴിവാക്കി അമേരിക്ക സൗദി വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ സൗദി ആത്മാർത്ഥമായി വിളിക്കണമെങ്കിൽ സൗദിയുടെ
ഓയിൽ റിഫൈനറിക്ക് നേരെ ആക്രമണം ഉണ്ടാകണം. അത്തരത്തിലൊരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ യമനിലെ ഹൂത്തികൾ ഇത്തരത്തിലുള്ള ആക്രമണം സൗദിക്കെതിരെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി യുദ്ധം അവസാനിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക തൽക്കാലം ഹൂത്തികളുമായി യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഹൂത്തികളുമായി യുദ്ധം ചെയ്താൽ സൗദി അറേബ്യയിൽ വലിയ നഷ്ടമുണ്ടാകും. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇറാൻ ചിന്തിക്കുന്നതും അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ, അത്തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഇവിടെ ബഹ്റൈനിലെ അപ്പാർട്ട്മെന്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. ഞാനിവിടെ ഗൾഫിലുള്ള നിരവധി സുഹൃത്തുക്കളുമായിട്ട് ഞാൻ സംസാരിച്ചു. അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ, ബന്ധുക്കളൊക്കെ ഗൾഫിലുണ്ട്. അവരെയൊക്കെ വിളിച്ചിരുന്നു. നിലവിൽ അവിടുത്തെ അവസ്ഥ അത്ര വലിയ ഗുരുതരമൊന്നുമല്ല. ബഹ്റൈനിലുള്ള ആളുകളുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം UAE-യിലും ഖത്തറിലും ഒക്കെ ഉള്ള ആളുകളുമായി സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് അത്ര വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. ഇവിടെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഈ ആക്രമണങ്ങളെ ഖത്തറും അതുപോലെ തന്നെ UAE-യും ഒക്കെ ആകാശത്ത് വെച്ച് അതിനെ പ്രതിരോധിക്കുമ്പോൾ അത് പൊട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അതിന് ചൂടെ പോയി നിൽക്കുമ്പോൾ അതിന്റെ ചീളുകളൊക്കെ ആളുകളുടെ ദേഹത്ത് പതിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയി നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ലംഘിക്കുന്ന ആളുകൾക്കാണ് പരിക്കേൽക്കുന്നത് എന്ന രീതിയിലാണ് എനിക്ക് വിവരം അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വരും മണിക്കൂറുകൾ അത് വളരെയധികം ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കും എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് സൗദി അറേബ്യയിലെ അരാംകോക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം, അതായത് ഇനി അമേരിക്കൻ ബേസുകളെ മാത്രമല്ല അല്ലാത്ത പല കേന്ദ്രങ്ങളെയും, ഗൾഫ് രാജ്യങ്ങളിലെ കേന്ദ്രങ്ങളെയും ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതുപോലെ ഇന്നലെ ബഹ്റൈനിൽ നടന്ന ആക്രമണം, അതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കക്കുള്ള മുന്നറിയിപ്പാണ്, ഗൾഫ് രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾ വേണമെങ്കിൽ അമേരിക്കയെ കൊണ്ടുവന്നോളൂ, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയിച്ചോളൂ, ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് ചർച്ചയ്ക്ക് പോകില്ല, അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിന് അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രേരിപ്പിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ നീക്കം ഇത്തരത്തിലുള്ളതായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ തിരിച്ചടിക്കാനുള്ള അവകാശം സൗദിക്കുണ്ട്, പ്രതിരോധിക്കാനുള്ള അവകാശം സൗദിക്കുണ്ട്. എന്നാൽ ഇവിടെ ഗൾഫ് രാജ്യങ്ങളെ വെറുതെ വിടണം എന്നുള്ള ഒരു അപേക്ഷയും എനിക്കുണ്ട്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഒരുപാട് ആളുകൾ, ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. വേണ്ടപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് കത്തയച്ചു. UAE ഗവൺമെന്റിന്റെ ഒപ്പം നിന്ന് പ്രസിഡന്റിനെ വിളിച്ചു നരേന്ദ്രമോദി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണം. ഇവിടെ ഉപദേശിക്കേണ്ടത് ഇസ്രായേലിനെയാണ്, അമേരിക്കയാണ്. നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളാണല്ലോ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒക്കെ. വളരെ അടുത്ത് ഇടപഴകാൻ, വിളിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള അടുപ്പമുണ്ടല്ലോ. വിളിച്ച് ഞങ്ങളുടെ രാജ്യക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ള ഉപദേശം കൊടുക്കേണ്ടത് അമേരിക്കക്കും ഇസ്രായേലിനുമാണ്. ഇവിടെ അമേരിക്കയും ഇസ്രായേലും ഇറാൻ ഒരു വലിയ പാതകം ചെയ്തതിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഇറാനെ ആക്രമിക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഇറാൻ പറഞ്ഞതാണ്. പക്ഷേ ഇവർ പറയുന്നു ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ആക്രമിക്കുന്നത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും കൈവശം വെച്ച, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയിട്ടുള്ള ഭീകര പ്രവർത്തനത്തിന്റെ 10-1 പോലും അല്ലെങ്കിൽ 100-1 പോലും ഒരു ഭീകര പ്രവർത്തനം അല്ലെങ്കിൽ ശക്തമായ ഒരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു രാജ്യത്തിനെതിരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കക്കും ഇസ്രായേലിനും നല്ല ഉപദേശം കൊടുക്കണം. രാജ്യത്തെ പൗരന്മാരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം, അവരെ സംരക്ഷിക്കണം, അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കണം, അതിനുവേണ്ട ഇടപെടൽ നടത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.